ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ. പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറ്റിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് അപേക്ഷ നൽകിയവർ മൊബൈൽ ഉപയോഗിച്ച് എങ്ങനെ സ്റ്റാറ്റസ് അറിയാമെന്നും അടുത്ത ഗഡു എന്ന് ലഭിക്കുമെന്നും പരിശോധിക്കാം. ഇപ്പോൾ ബാങ്ക് ഡീറ്റെയിൽസ് കൂടി അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ സ്ത്രീ സുരക്ഷാ പെൻഷൻ അക്കൗണ്ടിൽ വന്നോ എന്നും നോക്കാം. ഇതിനായിട്ട് ഫോണിൽ ഗൂഗിൾ എടുത്ത ശേഷം സേവന പെൻഷൻ കേരള എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ സൈറ്റിൽ കയറാനുള്ള ലിങ്ക് ഓപ്പണായി വരും. അങ്ങനെ സൈറ്റിൽ പ്രവേശിച്ച ശേഷം താഴേക്ക് വരണം. ഇവിടെ നമുക്ക് കുറേയധികം ലിങ്കുകൾ കാണാൻ സാധിക്കും. അതിൽ പെൻഷൻ തിരച്ചിൽ എന്ന കോളത്തിന് താഴെയായിട്ട് സ്ത്രീ സുരക്ഷാ തിരച്ചിൽ എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുക. തുടർന്ന് ആദ്യം കാണുന്ന ലിങ്കുകളിൽ സ്ത്രീ സുരക്ഷാ ID, ആധാർ നമ്പർ, കെസ്മാർട്ട് തുടങ്ങിയവ കൊടുത്ത് നമുക്ക് സെർച്ച് ചെയ്യാം. ഞാനിവിടെ ആധാർ നമ്പർ വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ രണ്ടാമത് കാണുന്ന റൗണ്ട് ടച്ച് ചെയ്ത് എനേബിൾ ആക്കണം. അതിനുശേഷം താഴെ അപേക്ഷകയുടെ ആധാർ നമ്പർ ചോദിക്കുന്നിടത്ത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് തൊട്ട് താഴെ ക്യാപ്ച തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന തിരയുക എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ താഴോട്ട് വരുമ്പോൾ ജില്ല, പഞ്ചായത്ത്, സ്ത്രീ സുരക്ഷാ ID, ഉപഭോക്താവിൻ്റെ പേര്, ജെൻഡർ തുടങ്ങിയവ കാണാൻ സാധിക്കും. അതിന് താഴെയായി പൊതുവായ വിവരങ്ങൾ കാണാം. പ്രതിമാസ പെൻഷൻ തുക, പെൻഷൻ സ്റ്റാറ്റസ് ആക്റ്റീവ് എന്നൊക്കെ കാണിക്കും. പെൻഷൻ സ്റ്റാറ്റസ് അപ്രൂവ്ഡ് തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് DBT വിതരണവുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കാണാം. അത് പെൻഷൻ അനുവദിച്ച് കഴിഞ്ഞവർക്ക് മാത്രമേ കാണിക്കുകയുള്ളൂ. പെൻഷൻ വരാത്തവർക്ക് ഈ ഡീറ്റെയിൽസ് കാണിക്കില്ല. ഈ ഡീറ്റെയിൽസിൽ സ്വൈപ്പ് ചെയ്താൽ DBT റഫറൻസ് നമ്പർ, ബാങ്ക് ട്രാൻസാക്ഷൻ നടത്തിയ മാസം, ട്രാൻസാക്ഷൻ സക്സസ്, അതുപോലെ VTR നമ്പർ, അക്കൗണ്ട് നമ്പറിൻ്റെ ലാസ്റ്റ് നമ്പർ ഇവയൊക്കെ കാണാൻ സാധിക്കും. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇനി അടുത്ത ഗഡു മാർച്ച് മാസത്തിൽ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പായിട്ട് ലഭിക്കുന്നതാണ്. പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുമല്ലോ. അടുത്തൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.